ഇവർ വിവാഹിതരായ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. അഞ്ജന ഭൂമിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ അമ്മ ജയിലിൽ കിടക്കുന്നതിന് ഇച്ചിരിയെങ്കിലും വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുത്തന്റെ കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുമോ എന്നുള്ള കാര്യം. എന്റെ ഉള്ളിലുള്ള വിഷമം അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് കേട്ടോ നമ്മുടെ ഭൂമി പറയുന്നത്. അഞ്ജനയുടെ മറുപടി കേട്ട ഭാവനയാണെന്നുണ്ടെങ്കിൽ, നിനക്ക് വിഷമോ, നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ജീവിക്കാം, അതുപോലെ ആരെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു കയറ്റാം എന്നൊക്കെ ഭാവനയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിർത്ത്, തോന്നിയ പോലെ എന്തും വിളിച്ചു പറയരുത്. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങള് തോന്നിയ പോലെയല്ല ജീവിക്കുന്നത്. നിങ്ങളെ എന്നെ മാത്രമല്ല മൊത്തമായിട്ട് ആ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. ഞാൻ ആരുടെയും കരുണ കൊണ്ടല്ല, ഒറ്റയ്ക്ക് അധ്വാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാ ഇത് കേട്ട അഞ്ജനയാണെന്നുണ്ടെങ്കിൽ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുവാണ് കേട്ടോ, നീ എങ്ങനെയാ ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്ന്. ഓ, നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം, എന്നെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുമാത്രമല്ല, താൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണുള്ളത്, അല്ലാതെ നിങ്ങൾക്കോ നാട്ടുകാർക്കോ അല്ല ഉള്ളത്. അതുമാത്രമല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് തീയാണ്, അതിനെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും, വെന്തു പോകുന്നൊക്കെ നമ്മുടെ ഭൂമി പറയുന്നത് കേട്ട ഉടനെ അഞ്ജനയാണെങ്കിൽ, നിന്റെ അമ്മയുടെ എല്ലാ കഴിവും പാരമ്പര്യവും നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നീ നന്നായിട്ട് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും നല്ലവളാകാൻ വേണ്ടി പോകുന്നില്ല. നീ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മകള് പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ഏറ്റുപിടിക്കാണ്. ഇവള് നല്ലവളോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാണ് കേട്ടോ ഭാവിനി. ഇവളുടെ അച്ഛനും അമ്മയും നല്ലവരായിട്ട് വേണ്ടേ ഇവള് നന്നാവാൻ? വെറും ഒരു കള്ളം മാത്രമാണ് നിന്റെ അച്ഛൻ. നിനക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടോ? വെറും ഒരു ചായക്കട നടത്തുന്ന നിനക്ക് അജയ് വേണോ അല്ലേ? അത് വല്ലാത്തൊരു മോഹം തന്നെ ആയിപ്പോയി. എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ വെറും ഒരു ജോലിക്കാരി ആവാനുള്ള യോഗ്യത മാത്രമേ നിനക്കുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് നിന്നോട് കൂടുതലായിട്ട് സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. വൈകാതെ എന്റെയും അതുപോലെ അജയിന്റെയും കല്യാണം നടക്കാൻ വേണ്ടി പോവാണല്ലോ, അപ്പോ അതിന്റെ തിരക്കുണ്ട്. പിന്നെ നിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം, നീയും അതുപോലെ അജയുമായിട്ട് പ്രണയത്തിലാണ്. നീ അജയെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള നിനക്ക് അജയെ കിട്ടാത്തതിന്റെ പേരിൽ നീ കരഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ വെറും ഒരു ടാക്സി ഡ്രൈവറുടെയും അതുപോലെ തന്നെ ഒരു നാടക നടിയുടെയും മകളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ആഗ്രഹിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങള് നീ സ്വപ്നം കാണരുത്. നീ സ്വപ്നം കണ്ട അജയ് എന്നെ താലി കെട്ടാൻ വേണ്ടി പോവാണ്. ഞാൻ അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നീ വരണം. നീ എന്റെ കല്യാണത്തിന് വരണം. അപ്പോ ക്ഷണിച്ചിരിക്കുന്നു, നീ വരണമെന്ന് ഒന്നുകൂടി അഞ്ജന ഉറപ്പിച്ച് പറയുന്നുണ്ടേ. അങ്ങനെ അവരങ്ങ് നടന്നങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ അഞ്ജനയാണെന്നുണ്ടെങ്കിൽ ഭാവിനി പറഞ്ഞ ആ കാര്യമാണ് കേട്ടോ ഓർക്കുന്നത്. ആര്, ഇവളാണോ നല്ലവള്? ഇവളുടെ അച്ഛനും അമ്മയും നല്ലവളാണെന്നുണ്ടെങ്കിലല്ലേ ഇവള് നല്ലത്? വെറും ഒരു കള്ളനാണ് ഇവളുടെ അച്ഛൻ. അതുപോലെ തന്നെ അഞ്ജനയാണെന്നുണ്ടെങ്കിൽ നീ വെറും ചായക്കടക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭൂമിയെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചല്ലോ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ജനയുടെ മൈൻഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ വീണ്ടും. എന്നിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവരെ അമ്മയും മകളും ഒന്ന് അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് അത് നിർത്തുവാണേ. എന്നിട്ട് അവരുടെ അരികിലേക്ക് അങ്ങ് നല്ല മാസമായിട്ട് അങ്ങ് ചെല്ലുവാണ് കേട്ടോ ഭൂമി. നിങ്ങൾ രണ്ടുപേരും ഏത് തരക്കാരാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അഞ്ജന, നിന്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന് കാരണം നീ എന്നെ പോലൊരു പെണ്ണായതുകൊണ്ടാണ്. എന്തായാലും ഒരു പെണ്ണിന്റെ മനസ്സല്ല നിന്റെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ ഒരിക്കലും എന്റെ അമ്മയും അച്ഛനെയും ഇങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനി എന്തായാലും നിങ്ങളോട് രണ്ടുപേരോടും കരുണ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല, ദൈവം പോലും എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തു എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അമ്മയും മോളും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഭൂമി പറയുവാണ് കേട്ടോ, ഞാൻ അജയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നീ തീരുമാനിച്ചാൽ മതിയോ? അതിന് അജയ് സമ്മതിക്കണ്ടേ എന്നുള്ള കാര്യം അഞ്ജന ചോദിക്കുന്നുണ്ടേ. അതൊക്കെ സമ്മതിക്കും. അത് എങ്ങനെ സമ്മതിപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഭൂമിയാണെങ്കിൽ ഒരു പെണ്ണിനെ ചതിച്ചും കൊണ്ട് താനൊരു വിവാഹാഭിനയത്തിന് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ്. പക്ഷേ അമ്മയും മകളും കൂടി വീട്ടിൽ വന്ന് അവളെ ആക്ഷേപിച്ച് അവളെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഭൂമിയുടെ ഈ തീരുമാനം ഇഷ്ടമായവര് ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതില് അജയ് താലി എടുത്ത് കെട്ടുന്നത് ഈ അഞ്ജനയുടെ കഴുത്തിലായിരിക്കില്ല, ഈ ഭൂമിജയുടെ കഴുത്തിലായിരിക്കും. അത്രയൊക്കെ കേട്ടിട്ടും അമ്മയുടെ മകളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കേട്ടോ. സ്വപ്നം ആർക്കും കാണാം, അത് നടക്കണമെന്നില്ല എന്നൊക്കെ ഭാവനി പറയുന്നുണ്ടെങ്കിലും അത് നടക്കുമെന്ന് ഉറച്ചു പറയാണ് കേട്ടോ നമ്മുടെ ഭൂമി. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിജയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ക്ഷണക്കത്തുണ്ടല്ലോ, അത് വെട്ടിയിട്ട് ഭൂമിജ എന്നാക്കാണ് അഞ്ജന എന്നുള്ള സ്ഥലത്ത്. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ക്ഷണക്കത്തിൽ ചെറിയൊരു തിരുത്ത്, വധുവിന്റെ പേര് അഞ്ജന എന്നല്ല ഭൂമിജ എന്നാണ്. നമ്മുടെ ഭൂമിജ അഞ്ജന സാഗർ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ
വെട്ടിയിട്ട് ഭൂമിജ എഴുതിയിരിക്കുന്ന ആ ക്ഷണക്കത്തിന്റെ ഇതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനോടൊപ്പം. അതേ സ്ഥലം അതേ മുഹൂർത്തം അമ്മയും മകളും കല്യാണത്തിനുണ്ടാകണം. അപ്പോ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു, മറക്കരുത്, നിങ്ങൾ വരണം. അങ്ങനെ അമ്മയും മകളും ആണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്ക് അടിച്ചതുപോലെ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആൽബർട്ട് ആണെന്നുണ്ടെങ്കിൽ അജയെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ് കേട്ടോ. കല്യാണ ദിവസം അടുത്തോണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ആൽബർട്ട് ചോദിക്കുന്നുണ്ട്, നീ ഭൂമിയെ ചെന്ന് കണ്ടില്ലായിരുന്നോ എന്ന്. കണ്ടിരുന്നു, അവളാണടാ ശരി, നമ്മളാണ് തെറ്റ്. അത് ശരിയല്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ആവശ്യം ഞാൻ അവളുടെ മുമ്പിലേക്ക് വെച്ചത്. നമ്മുടെ അജയ് പറയുന്ന കാര്യം ആൽബർട്ടിന് ശരിക്കും മനസ്സിലാവുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നീ ഒന്ന് തെളിച്ച് പറയടാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ വിവാഹ മണ്ഡപത്തിൽ ചെന്ന് താലികെട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് അവള് പറഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അഞ്ജനയെ ആക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല, അത് ശരിയല്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഇനി എന്തായാലും ഭൂമിജയുടെ ആ തീരുമാനം കേൾക്കുമ്പോ ശരിക്കും അജയ് ഷോക്കാവും കേട്ടോ, അത് ഉറപ്പാണ്. കാരണം അഞ്ജനയെ ആക്ഷേപിക്കാൻ വേണ്ടി പറ്റില്ല എന്നായിരുന്നു നമ്മുടെ ഭൂമിജയുടെ അവള് വന്ന് ക്ഷണിക്കുന്നതിന് മുമ്പ് വരെയുള്ള തീരുമാനം. എന്നാ അവളെ വന്ന് ആക്ഷേപിച്ച അഞ്ജനയെ അവളെ എവിടെ വന്നിട്ട് വേണമെങ്കിലും ആക്ഷേപിക്കും എന്നുള്ള രീതി ആയല്ലോ ഇപ്പൊ. അപ്പോ ഭൂമിജ പറഞ്ഞ ആ തീരുമാനം തന്നെയാണ് ഞാനും പറഞ്ഞത്, അത് ശരിയല്ല എന്ന് നമ്മുടെ അജയും ആൽബർട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ തനിക്കും അറിയാം, പക്ഷെ വിവാഹത്തിന് ഒരു വിശ്വാസം വരണല്ലോ, അതിന് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വെച്ചിട്ട് താലി കെട്ടണ്ടേ, എങ്കിൽ മാത്രമല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം അവള് വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ നീ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ അവളെ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം വീട്ടുകാരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വസിക്കില്ല. അതൊക്കെ എനിക്കും അറിയാടാ, അതുകൊണ്ടാണ് നീ ഈ കാര്യം പറഞ്ഞപ്പോ ഞാനും അതിന് സമ്മതിച്ചത്. എന്തായാലും അവളത് നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു, അവള് ഇതിൽ നിന്ന് പിന്മാറി. എന്തായാലും ഭൂമിയുടെ പക്ഷത്ത് തന്നെയാണ് ന്യായമുള്ളത്, അവളെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ നമ്മുടെ അജയ് പറയുന്നത് കേൾക്കുമ്പോൾ അവൾ അങ്ങനെ ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കാറില്ല. മറ്റുള്ളവരുടെ സങ്കടം അവളുടെ സങ്കടമാക്കും. അവളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ വിവാഹ നാടകത്തിന് അവൾ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. എന്നിട്ടും അഞ്ജനയെ അവഹേളിക്കുക എന്നുള്ള ആ ഒറ്റ കാരണത്താലാണ് അവൾ പിന്മാറിയത്. അഞ്ജനയ്ക്ക് എന്തായാലും ഭൂമിയെ ഇഷ്ടമല്ല, അവള് ഒരു ശത്രുവിനെ പോലെയാണ് ഭൂമിയെ കാണുന്നത്. പക്ഷെ എന്നിട്ടും ഭൂമി ഈ കാര്യത്തിൽ നിന്ന് എതിർത്തു. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ആൽബർട്ട് പറയുമ്പോൾ, നിനക്ക് അവളുടെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം, എന്നിട്ടാണോടാ നീ എന്നെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ട് അവളുടെ മുമ്പിലേക്ക് തള്ളിവിട്ടത്? അതൊക്കെ എനിക്കറിയാടാ, മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാന്നുള്ള കാര്യം അജയ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിന്റെയും അതുപോലെ തന്നെ അഞ്ജനയുടെയും വിവാഹം മുടക്കണം, അത്രയല്ലേ ഉള്ളൂ, അത് നടക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് അവിടുന്ന് പോവാണേ. ഇത് ഇറങ്ങുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ ഭൂമിജ അജയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. കോൾ വന്നിരിക്കുന്നത് ഭൂമിയുടെ എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ആൽബർട്ട് തിരികെ വരുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും തനിക്ക് ഓക്കെ ആണെന്നും വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമ്മുടെ കല്യാണം നടത്താം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഭൂമി എന്ന് പറഞ്ഞ് അജയ് ആ സന്തോഷത്തിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സാറിനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അങ്ങനെ കാണേണ്ട സ്ഥലം പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫോൺ വെച്ച ഉടനെ തന്നെ ഭൂമി എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു എന്നുള്ള ആ സന്തോഷ വാർത്ത അറിയിക്കുകയും രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ. ഭൂമി പറഞ്ഞ ആ സ്ഥലത്ത് രണ്ടുപേരും എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ഭൂമിക്ക് എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു മനമാറ്റം. എന്തായാലും രണ്ടുപേരും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ഭൂമി അങ്ങോട്ടേക്ക് എത്തുവാണേ. ഭൂമി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അരികിലേക്ക് വരുമ്പോഴും ഭൂമിയുടെ മനസ്സിലൂടെ പോകുന്നത് അമ്മ അന്ന് പറഞ്ഞ ആ കാര്യങ്ങളും അതുപോലെ തന്നെ അഞ്ജന വീട്ടിൽ നടത്തിയ ആ പ്രഹസനങ്ങളോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ 3 പേരും കൂടി ചെന്നിട്ട് റെസ്റ്റോറന്റിൽ ചെന്നിരിക്കുമ്പോൾ അജയ് ചോദിക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് എന്താ ഒരു മനമാറ്റം എന്ന് ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അജയ്. ഇത് കേട്ട അഞ്ജനയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം അത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമില്ലല്ലോ, എപ്പോഴും ഓരോന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ആൽബർട്ട് എന്തായാലും ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തീരുമാനിച്ചു, ഇനി വാക്കൊന്നും മാറ്റില്ലല്ലോ, അജയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലോ എന്ന് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും വാക്ക് മാറ്റില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ നമ്മുടെ അജയുടെ മുഖത്തിൽ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. വിവാഹം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം നടക്കേണ്ട കാര്യമാണ്. അത് ഒരു നാടകമാക്കി മാറ്റുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു എനിക്ക് ആദ്യം എടുത്ത തീരുമാനം പിന്നെ മാറ്റേണ്ടി വന്നത്. ഇത് കേൾക്കുമ്പോൾ അജയ് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭൂമിയെ മനസ്സിലാകും, അത് മാത്രമല്ല തനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഈ നാടകം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാതെ നടന്നു പോകും, അത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ വിവാഹ നാടകത്തിന് ഞാൻ സമ്മതം മൂളിയത്. ഇതിനു മുമ്പായിട്ട് 2 കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറയുവാണ് കേട്ടോ, അത് നിങ്ങൾ അംഗീകരിക്കണോ എന്ന്. അത് ഭൂമി എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയാണ്. നിങ്ങൾ പോലീസ് ഓഫീസറാണ്, സ്വാധീനമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എന്റെ അമ്മയെ പുറത്താക്കാനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അത് അജയ്
വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു തരുമെന്ന് പറയുവാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വിവാഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് മാത്രമായിരിക്കും. നിയമപരമായിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല, എന്നാൽ ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കും. നിങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഞാൻ ആ വേഷം ചെയ്യും. പക്ഷെ അതിനപ്പുറം നമ്മൾ തമ്മിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടായിരിക്കില്ല. എന്റെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ എന്റെ അതിരുകളെയും നിങ്ങൾ ബഹുമാനിക്കണം. എല്ലാ കാര്യത്തിലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യം തനിക്ക് ഉണ്ടാകണം. ആ ഒരു ഉറപ്പ് എനിക്കും വേണമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും വേണ്ടതെന്ന് അജയും പറയുന്നുണ്ട്. ഭൂമി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കും. തന്റെ സ്വാതന്ത്ര്യം ഒരിക്കലും ഞാൻ അതിൽ കടക്കില്ല. അത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ എന്തായാലും പാലിച്ചിരിക്കും. ഒരു പേപ്പർ കൊണ്ടോ ഒന്നുകൊണ്ടും നമ്മള് കല്യാണം കഴിക്കുന്ന ആ രീതിയല്ല, നമ്മുടെ മനസ്സുകൊണ്ടെടുത്ത ഒരു തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് അജയ് പറയുമ്പോൾ, വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ സമ്മതം മൂളിയത്, നമുക്ക് മുന്നോട്ട് പോകാം. അഞ്ജന മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെ, അല്ലെങ്കിൽ നയനയുടെ തിരിച്ചു വരവ് വരെ മാത്രമാണ് അവരുടെ വിവാഹം. അത് കഴിഞ്ഞാൽ പിന്നെ തനിക്ക് തന്റെ വഴി, എനിക്ക് എന്റെ വഴി, അത് മറക്കരുത്. ഇല്ല, മറക്കില്ല എന്ന് ഭൂമി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ആൽബർട്ടാണ് സംസാരിക്കുന്നത്. ഇവന്റെ വീടിനെ കുറിച്ചൊക്കെ ഭൂമിക്ക് അറിയാലോ. ആ വീട്ടിലെ മരുമകളായിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും അതേപടി തന്നെ ഭൂമി ആ ഒരു രീതി തന്നെ ഭൂമി ജീവിക്കണം എന്ന് പറയുവാണേ. കുടുംബത്തിലെ എല്ലാവരെയും ബഹുമാനിക്കണം. അതുമാത്രല്ല, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുക എന്നുള്ള കാര്യം ആർക്കും തോന്നരുത്. ആൽബർട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമിച്ച അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ എനിക്കറിയില്ലേ, ഇതൊന്നും പറഞ്ഞു തരണോ എന്ന്. അങ്ങനെ അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഭൂമിയാണെങ്കിൽ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണേ. അതിനെക്കുറിച്ച് അജയ് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒരു ദിവസം പിരിഞ്ഞു പോകേണ്ട ആൾക്കാരാണ്. അപ്പോഴും എല്ലാവരുടെ മുമ്പിലും ഭൂമി കല്യാണം കഴിഞ്ഞവൾ തന്നെയാണ്. അങ്ങനെ കല്യാണം കഴിച്ച ഒരാളെ വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരാ ഉണ്ടാവുക? ഒരുപക്ഷെ ജീവിതാവസാനം വരെ ഞാൻ കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അതൊക്കെ എനിക്കും അറിയാം. എന്നിട്ട് ഞാൻ ഈ വിവാഹാഭിനയത്തിന് കൂട്ടു നിൽക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ മുമ്പിൽ ഞാനില്ല ഇപ്പോ, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂമി ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നത്. തന്റെ അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക, ആ ഒറ്റ ഉദ്ദേശത്തില് എന്റെ അമ്മയെ പുറത്തിറക്കാൻ വേണ്ടി തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് എന്റെ കൂടെ ഉണ്ടാവണം, വാക്കൊരിക്കലും തെറ്റിക്കരുതെന്നൊക്കെ അജയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഭൂമി പറയുന്നത്. അല്ല ഭൂമി, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന അജയും തിരിച്ച് വാക്ക് കൊടുക്കുവാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, വിവാഹം നടക്കട്ടെ, ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അഭിനയിക്കും. അതിന് മറുപടി എന്നുള്ള രീതിയിൽ അജയും പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഭർത്താവായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഭൂമിക്ക് നേരെ കൈ നീട്ടുന്നുണ്ട്. തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയും. അങ്ങനെ രണ്ടുപേരും കൈ ചേർത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇവർ വിവാഹിതരാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി എന്തായാലും വരാനുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളാണ്. ഡെയിലി എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്